Hello students, today we are going to discuss about condensers. So in the previous sessions we have already discussed about compressors and evaporators. ഇന്ന് നമ്മൾ കണ്ടൻസേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. കണ്ടൻസേഴ്സ് എന്താണ് ഈ കണ്ടൻസർ എന്ന് വെച്ചാൽ അറിയാം. എന്താണ് ഫങ്ഷൻ ഓഫ് എ കണ്ടൻസർ റിജക്ട്സ് ഹീറ്റ് ഫ്രം ദി high temperature refrigerant which is coming out of the compressor, so that the refrigerant becomes a low temperature liquid form. It will get converted into a liquid form. അല്ലേ? ഇപ്പം ഞാൻ ഒരു pH ഡയഗ്രാം വരച്ച് കഴിഞ്ഞാൽ ഇത് എന്താണ് 1 to 2, ഇത് കംപ്രസറാണ്. കംപ്രസറിന് അടുത്ത 2 to 3 ആണെന്ത് കണ്ടൻസറിൽ വരുന്നത്. 3 to 4 എക്സ്പാൻഷൻ, 4 to 1. അപ്പം ഇവിടെയാണ് കണ്ടൻസർ നടക്കുന്നത്. 2 to 3 ആണ് നമ്മളുടെ കണ്ടൻസറിൻ്റെ പ്രോസസ്സ് നടക്കുന്നത്, കണ്ടൻസേഷൻ നടക്കുന്നത്. അപ്പോൾ ഈ 2 ഇവിടെ ഒരു 2' വന്നാൽ എന്താണ് ഈ ഒരു പോർഷൻ എന്താണ്? ഡീ സൂപ്പർ ഹീറ്റിംഗ് ആണ്. ഡീ സൂപ്പർ ഹീറ്റ് അല്ലേ? അതായത് ഇവിടെ ഒരു സൂപ്പർ ഹീറ്റഡ് കണ്ടീഷനാണ്, ഇവിടെ എത്തുമ്പോഴത് സാച്ചുറേറ്റഡ് കണ്ടീഷനായി. അപ്പോൾ സൂപ്പർ ഹീറ്റഡ് കണ്ടീഷനിൽ സാച്ചുറേറ്റഡ് കണ്ടീഷനിലേക്ക് തിരിച്ചു വരുന്നതിന് നമ്മൾ ഡീ സൂപ്പർ ഹീറ്റിംഗ് ആണ്. ഡീ സൂപ്പർ ഹീറ്റഡ് ആയിക്കഴിഞ്ഞ് ഇവിടുന്ന് 2' to 3' എന്താണ്? ഈ ഒരു പോർഷൻ എന്താണ്? കണ്ടൻസേഷൻ ആണ്. കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ കോൺസ്റ്റൻറ്റ് പ്രഷറിൽ എന്ത് സംഭവിക്കുന്നു? ഫേസ് ചേഞ്ച്. അതായത് സാച്ചുറേറ്റഡ് ഗ്യാസ് നിന്ന് സാച്ചുറേറ്റഡ് ലിക്വിഡ് ഫോമിലേക്ക് കണ്ടൻസേഷൻ ആണ്. പിന്നെ ചില കേസുകളിൽ ഇവിടുന്ന് 3' to 3 ഒരു സബ് കൂളിംഗ് നടക്കും അല്ലേ? 3 to സബ് കൂളിംഗ് നടത്തുന്നത് വെച്ചാൽ നമ്മുടെ ഇവിടുന്ന് ഡയറക്റ്റ് എക്സ്പാൻഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന റെഫ്രിജറേഷൻ എഫക്റ്റ് കുറവായിരിക്കും. അപ്പോൾ റെഫ്രിജറേഷൻ എഫക്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? സബ് കൂൾ ചെയ്യുന്നത്. അപ്പോൾ ടോട്ടൽ കണ്ടൻസറിൽ നടക്കുന്ന പ്രോസസ്സ് എന്ന് വെച്ചാൽ ഒന്ന് ഡീ സൂപ്പർ ഹീറ്റിംഗ്, 2 കണ്ടൻസേഷൻ, 3 സബ് കൂളിംഗ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കണ്ടൻസർ എന്ന കോമ്പോണൻറ്റിൽ നടക്കുന്ന പ്രോസസ്സുകൾ അല്ലേ? അപ്പോൾ ഹീറ്റ് ഫ്രം ദി ഹോട്ട് റെഫ്രിജറൻറ്റ് ഗ്യാസ്, അതായത് ഇവിടെ എത്തുമ്പോഴത് ഇവിടെ കംപ്രഷൻ കഴിഞ്ഞ് എത്തുന്ന റെഫ്രിജറൻറ്റ് എങ്ങനെയായിരിക്കും? അത് ഒരു ഹൈ പ്രഷർ റെഫ്രിജറൻറ്റ് ഗ്യാസ് ആയിരിക്കും. അവിടെ നിന്ന് ഹൈ പ്രഷർ റെഫ്രിജറൻറ്റ് ഗ്യാസ് നിന്ന് ഹീറ്റ് വിൽ ബി റിജക്റ്റഡ് ഇൻ ദ കണ്ടൻസർ ടു എ കണ്ടൻസിങ് മീഡിയ. ഒരു കണ്ടൻസിങ് മീഡിയ ഉണ്ടാവും. ഇറ്റ് ക്യാൻ ബി ഐദർ എയർ ഓർ വാട്ടർ അല്ലേ? പിന്നെ എയറും വാട്ടറും ചൂസ് ചെയ്യുന്നത് വെച്ചാൽ ദേ ആർ നാച്ചുറലി അവൈലബിൾ ആയതുകൊണ്ടാണ്. ദെയർ നോർമൽ ടെമ്പറേച്ചർ റേഞ്ച് ഇസ് സാറ്റിസ്ഫാക്ടറി ഫോർ അവർ കണ്ടൻസർ റേഞ്ച്. കണ്ടൻസിങ് റെഫ്രിജറൻറ്റിൻ്റെ ആ റേഞ്ചുമായിട്ട് സാറ്റിസ്ഫൈ ചെയ്യുന്നതായിരിക്കും എയറും വാട്ടറും. അപ്പോൾ കൂടുതലും എയറും വാട്ടറാണ് കൂളിംഗ് മീഡിയമായിട്ട് യൂസ് ചെയ്യാറ്. ഓക്കെ, സെലക്ഷൻ. അതിനിപ്പോൾ നമ്മൾ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് കണ്ടൻസിങ് കപ്പാസിറ്റി. നമ്മൾ ഇവാപ്പറേറ്ററിൻ്റെ കേസിലും ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് പറഞ്ഞിരുന്നു. സെയിം ഇത് തന്നെയാണ് എഫക്റ്റിംഗ് കണ്ടൻസർ കപ്പാസിറ്റി. അപ്പോൾ ഒരു കണ്ടൻസറിന് എത്ര ഹീറ്റ് റിജക്റ്റ് ചെയ്യാൻ പറ്റും, അതിൻ്റെ കപ്പാസിറ്റിയെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് മെറ്റീരിയൽ ഓഫ് കണ്ടൻസറാണ്. മെറ്റീരിയൽ എന്ന് വെച്ചാൽ ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് ഹാവ് ഡിഫറെൻറ്റ് എബിലിറ്റീസ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ അല്ലേ? കണ്ടക്ടിവിറ്റി, തെർമൽ കണ്ടക്ടിവിറ്റി ഈസ് ഡിഫറെൻറ്റ് ഫോർ ഡിഫറെൻറ്റ് മെറ്റീരിയൽ അല്ലേ? അപ്പോൾ പിന്നെ നമുക്ക് സൈസ് ഓഫ് ദ കണ്ടൻസർ ഓഫ് എ ഗിവൺ കപ്പാസിറ്റി ക്യാൻ ബി വേരിയഡ് ബൈ സെലക്ടിങ് റൈറ്റ് മെറ്റീരിയൽ. അപ്പോൾ ഒരു മെറ്റീരിയൽ മാറുമ്പോൾ സെയിം സൈസിൽ നമ്മൾ മെറ്റീരിയൽ മാറ്റുമ്പോൾ എന്ത് സംഭവിക്കും? കണ്ടക്ടിവിറ്റി മാറുമ്പോൾ ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് മാറും അല്ലേ? അപ്പോൾ ഹയർ ദ എബിലിറ്റി ഓഫ് എ മെറ്റീരിയൽ ടു ട്രാൻസ്ഫർ ഹീറ്റ്, ദ സ്മോളർ വിൽ ബി ദ സൈസ് ഓഫ് കണ്ടൻസർ. അപ്പോൾ കണ്ടൻസറിൻ്റെ സൈസ് കുറക്കാൻ എന്ത് ചെയ്താൽ മതി? റൈറ്റ് മെറ്റീരിയൽ ചൂസ് ചെയ്താൽ മതി. അപ്പോൾ ഒരു ഹയർ കണ്ടക്ടിവിറ്റിയിലെ ഒരു മെറ്റീരിയൽ ചൂസ് ചെയ്താൽ നമുക്ക് ചെറിയൊരു സൈസിൽ നമുക്ക് കണ്ടൻസർ ഡിസൈൻ ചെയ്യാൻ പറ്റും. നമ്മളെ മെറ്റീരിയലിൻ്റെ കണ്ടക്ടിവിറ്റി കുറവാണെങ്കിൽ നമ്മൾ കൂടുതൽ ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് വേണ്ടുന്ന അവസ്ഥയാണെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ സൈസ് കൂട്ടേണ്ടി വരും, ഏരിയ കൂട്ടേണ്ടി വരും. ഓക്കെ,
അതാണ് മെറ്റീരിയലിൻ്റെ ഇത് വരുന്നത്. പിന്നെന്താ സെക്കൻഡ് കണ്ടക്ടിവിറ്റി ഹൈ ആയിരിക്കും. സെക്കൻഡ് എന്ന് വെച്ചാൽ എമൗണ്ട് ഓഫ് കോണ്ടാക്ട്. അതായത് കണ്ടൻസർ കപ്പാസിറ്റി എന്താണ് can be controlled by changing the amount of contact between the condenser surface and condensing media. നോക്കുക, ഈ കണ്ടൻസർ എന്ന് വെച്ചാൽ ബേസിക്കലി ഒരു കോയിൽ ഓർ ട്യൂബ് ആയിരിക്കും അല്ലേ, ഇവാപ്പറേറ്റർ പോലെ തന്നെ ഒരു ഹീറ്റ് എക്സ്ചേഞ്ചറാണ്. അപ്പോൾ ഇതിലൂടെ എന്ത് പാസ് ചെയ്യണം, ഇതിലൂടെ നമുക്ക് കണ്ടൻസിങ് മീഡിയ ഐദർ ഇറ്റ് ബി വെയർ ഓർ വാട്ടർ. ആ കണ്ടൻസിങ് മീഡിയയും കണ്ടൻസറും തമ്മിലുള്ള കോണ്ടാക്ട് ഏരിയ എന്തായിരിക്കണം, കോണ്ടാക്ട് ഏരിയ കൂടുതലായിരിക്കണം. കോണ്ടാക്ട് ഏരിയ ഷുഡ് ബി വെരി ഹൈ. അപ്പം എന്താ നാച്ചുറലി ദ എമൗണ്ട് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ വിൽ ബി വെരി ഹൈ, റൈറ്റ്. The amount of liquid refrigerant level in the condenser also affects the amount of contact between the vapor refrigerant and the condensing media. ഇത് നമ്മൾ തേർഡ് പോയിന്റ് പറഞ്ഞാൽ ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ്. ടെമ്പറേച്ചർ ഡിഫറൻസ് നിങ്ങൾക്കറിയാം, ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ ഡ്രൈവിംഗ് പൊട്ടൻഷ്യൽ എന്താണ്, ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ്. അപ്പോൾ ടെമ്പറേച്ചർ ഡിഫറൻസ് ബിറ്റ്വീൻ ദി കണ്ടൻസിങ് മീഡിയ ആൻഡ് ദ വേപ്പർ refrigerant ഷുഡ് ബി വെരി ഹൈ, ഷുഡ് ബി ഹൈ ഇനഫ് അല്ലേ. അതുകൊണ്ടാണ് നമ്മൾ കംപ്രസറിൽ നമ്മളെ കൂളിംഗ് മീഡിയനെക്കാട്ടിയും വളരെ കൂടുതലായിരിക്കണം നമ്മളെ കണ്ടൻസറിലേക്ക് എൻ്റർ ചെയ്യുന്ന ഹോട്ട് റെഫ്രിജറൻ്റ് ടെമ്പറേച്ചർ അല്ലേ. എന്നാലേ കാര്യക്ഷമമായിട്ട് എന്ത് സംഭവിക്കും, ഹീറ്റ് ട്രാൻസ്ഫർ സംഭവിക്കും എവിടുന്ന്, കണ്ടൻസറിന്ന് കൂളിംഗ് മീഡിയത്തിലേക്ക്. അതുകൊണ്ടാണ് നമ്മൾ കംപ്രസർ യൂസ് ചെയ്തിട്ട് ഹൈ ടെമ്പറേച്ചർ ഹൈ പ്രഷറിലേക്ക് കംപ്രസ് ചെയ്യുന്നത് അല്ലേ. അങ്ങനെയാണ് നമ്മൾ ഒരു ഹൈ ഇനഫ് പൊട്ടൻഷ്യൽ ഒരു ടെമ്പറേച്ചർ ഡ്രൈവിംഗ് പൊട്ടൻഷ്യൽ ടെമ്പറേച്ചർ ഡിഫറൻസ് പിന്നെ ജനറേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ 3 പോയിന്റ് ശ്രദ്ധിക്കുക. ഇതാണ് ഈ 3 പോയിന്റ്സാണ് നമ്മളെ കണ്ടൻസറിൻ്റെ കപ്പാസിറ്റി എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഓക്കെ, ക്ലാസിഫിക്കേഷൻ ഓഫ് കണ്ടൻസർ ക്ലാസിഫിക്കേഷൻ എന്ന് വെച്ചാൽ ഒന്ന് ബേസിക്കലി എയർ കൂൾഡ് ഉണ്ട്, എയർ കൂൾഡ് കണ്ടൻസർ. സെക്കൻഡ് വാട്ടർ കൂൾഡ് കണ്ടൻസർ. തേർഡ് ഇവാപ്പറേറ്റീവ് കണ്ടൻസർ. ഓക്കെ, അപ്പോൾ എയർ കൂൾഡ് കംപ്രസർ എന്ന് വെച്ചാൽ എന്താ, റെഫ്രിജറൻ്റ് കണ്ടൻസറിലൂടെ പാസ് ചെയ്യുന്ന റെഫ്രിജറൻ്റ് എയറിലേക്ക് ഹീറ്റ് റിജക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എയർ കൂൾഡ് കണ്ടൻസർ ആയി. ഓക്കെ, എയർ കൂൾ കണ്ടൻസർ തന്നെ ബേസിക്കലി 2 ടൈപ്സ്. ഒന്ന് എന്താണ്, നമ്മൾ ഇവാപ്പറേറ്ററിൻ്റെ കേസ് പഠിച്ച പോലെ നാച്ചുറൽ കൺവെക്ഷൻ കണ്ടൻസേഴ്സ് ഉണ്ട്. സെക്കൻഡ് ഫോഴ്സ്ഡ് കൺവെക്ഷൻ. എന്താണ് ഡിഫറൻസ്? നാച്ചുറൽ കൺവെക്ഷനിൽ എയറിൻ്റെ മൂവ്മെൻറ്റ് ഡ്യൂ ടു ഡെൻസിറ്റി ഡിഫറൻസ് ആണ്. ഫോഴ്സ്ഡ് കൺവെക്ഷനിൽ എയറിൻ്റെ മൂവ്മെൻറ്റ് നമ്മൾ എക്സ്റ്റേണൽ ഏജൻറ്റ് അല്ലെങ്കിൽ ഒരു ഫാൻ അല്ലെങ്കിൽ ബ്ലോവർ യൂസ് ചെയ്തിട്ട് നമ്മൾ എയറിന് ഒരു വെലോസിറ്റി കൊടുക്കും. എയർ ഈസ് ഫോഴ്സ്ഡ് ടു പാസ് ത്രൂ ദി കണ്ടൻസർ. അപ്പോൾ നാച്ചുറൽ കൺവെക്ഷൻ കണ്ടൻസർ നിങ്ങൾക്കറിയാം, നമ്മൾ ഫ്രിഡ്ജിൻ്റെ ബാക്കിലൊക്കെ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ ഫ്രിഡ്ജിൻ്റെ ബാക്കിൽ കണ്ടിട്ടുണ്ടാവില്ലേ ഇങ്ങനൊരു സംഭവം. ഇതാണ് നമ്മളെ കണ്ടൻസർ കോയിൽ. ഈ കോയിന് കുറേ വയേഴ്സ് ഇങ്ങനെ മെഷ് ചെയ്തിട്ടുണ്ടാവും. എന്തിനാണ് വയേഴ്സ് മെഷ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ സർഫസ് ഏരിയ കൂട്ടാനാണ്. കുറേ വയേഴ്സ് ഫിന്നിൻ്റെ ഒരു ഫങ്ഷൻ നിങ്ങൾക്ക് അറിയില്ലേ, സർഫസ് ഏരിയ കൂട്ടുക. അതുപോലെ നമ്മൾ ഫിൻ തന്നെയാണ്. നമ്മൾ കുറേ വയേഴ്സ് മെഷ് ചെയ്ത് സർഫസ് ഏരിയ കൂട്ടും. അപ്പോൾ എന്താ സംഭവിക്കുക, ഇതൊരു നാച്ചുറൽ കൺവെക്ഷൻ കണ്ടൻസറാണ് അല്ലേ. അപ്പോൾ ഇതിൽ പോകുന്നുണ്ടോ, ഇവിടെ ഇത് റെഡ് ലിക്വിഡ് റെഫ്രിജറൻറ്റും വൈറ്റ് വേപ്പർ റെഫ്രിജറൻ്റ്. അപ്പോൾ ഇതിൽ എൻ്റർ ചെയ്യുമ്പോൾ വേപ്പർ റെഫ്രിജറൻ്റ് ഇങ്ങനെ എൻ്റർ ചെയ്ത് ഇങ്ങനെ പാസ് ചെയ്യുമ്പോൾ ഇവിടെയുള്ള എയർ എന്ത് ചെയ്യും, ആ ഹീറ്റ് അബ്സോർബ് ചെയ്ത് എയർ വാമായി കഴിഞ്ഞാൽ എയറിൻ്റെ
ഇത് ഇൻക്രീസ് ചെയ്യില്ലേ, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് എയർ മുകളിലേക്ക് പോകും അല്ലേ. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ അത് ലിക്വിഡായി, വേപ്പർ ലിക്വിഡായി, കാരണം അത് ഹീറ്റ് റിജക്റ്റ് ചെയ്തു. ആ ഹീറ്റ് അബ്സോർബ് ചെയ്ത എയർ മുകളിലേക്ക് പോയി അല്ലേ. മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കോൾഡ് എയർ ഈ സ്ഥാനം റീപ്ലേസ് ചെയ്യും. മുമ്പുണ്ടായ വാം എയറിൻ്റെ പ്ലേസ് കോൾഡ് എയർ റീപ്ലേസ് ചെയ്തു. വീണ്ടും കോൾഡ് എയർ എന്ത് ചെയ്യും, ഹീറ്റ് അബ്സോർബ് ചെയ്യും. വീണ്ടും അത് വാം എയറായി മുകളിലേക്ക് പോകും. അപ്പോൾ വീണ്ടും ബാക്കിയുള്ള കോൾഡ് എയർ അങ്ങനെയുള്ള റീസർക്കുലേഷൻ, ഇങ്ങനെ ഒരു റീസർക്കുലേഷൻ, എയറിൻ്റെ റീസർക്കുലേഷൻ നടന്നുകൊണ്ട്. അതാണ് ഇത്. പ്ലേറ്റ് ടൈപ്പാണ്. പ്ലേറ്റ് ടൈപ്പ് എന്ന് വെച്ചാൽ വയറിന് പകരം പ്ലേറ്റിൽ ഇങ്ങനെ എംബഡ് ചെയ്തിട്ടുണ്ടാവും. പ്ലേറ്റ് ടൈപ്പാണ് ഇത്. പ്ലേറ്റ് ടൈപ്പ് കണ്ടൻസർ ട്യൂബ്. ഇത് വയർ ടൈപ്പാണ്. ഇതാണ് ഡൊമസ്റ്റിക് റെഫ്രിജറേറ്റേഴ്സിൽ അധികം കാണുന്നത്. നിങ്ങൾ റെഫ്രിജറേറ്ററിൻ്റെ ബാക്കിൽ നോക്കിയാൽ കാണും. ഇത് വെച്ചാൽ ഈ വയേഴ്സ് അല്ല, ഇത് പ്ലേറ്റ്സ് ആണ്. ശരിക്കും അത് പ്ലേറ്റ്സ് ആണ്. ഈ ഫിഗർ ഓക്കെ, ഈ ഫിഗറിൽ അത്ര മനസ്സിലാവുന്നില്ല. ഇതെന്ന് വെച്ചാൽ ഇങ്ങനെ കുറേ പ്ലേറ്റ്സ് ഉണ്ടാവും. ഈ പ്ലേറ്റ്സിൻ്റെ ഇടയിലായിരിക്കും ട്യൂബ് ഇങ്ങനെ ട്യൂബ്സ് പാസ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ അവിടെയും പ്ലേറ്റ് കാരണം നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഹീറ്റ് ട്രാൻസ്ഫർ ഏരിയ കൂട്ടുകയാണ് ചെയ്യുന്നത്. ഹീറ്റ് ട്രാൻസ്ഫർ ഏരിയ നമ്മൾ ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് നമ്മളെ നാച്ചുറൽ കൺവെക്ഷൻ റെഫ്രിജറേറ്റേഴ്സ്. ഇത് ഫോസ്റ്റ്. ഇതാണ് ഫോസ്റ്റ് ശ്രദ്ധിക്കുക. നമ്മളിവിടെ ഒരു എയർ വെക്കും. അപ്പോൾ ഇവിടെ ഡെൻസിറ്റി ഡിഫറൻസ് കാരണം എയർ താഴേക്ക് മുകളിലേക്ക് പോകുന്നില്ല. അത് കോൾഡ് എയർ താഴേക്ക് വരുന്നത്, അല്ലെങ്കിൽ ഹോട്ട് എയർ മുകളിലേക്ക് പോകുന്നത് അതല്ല. ഇവിടെ എയർ കോൾഡ് എയർ ഒരു സൈഡിലുണ്ടാവും. ഈ ട്യൂബിലൂടെ നമ്മൾ എയർ പാസ് ചെയ്യിക്കുമ്പോൾ പോയിട്ട് അപ്പുറത്തെ സൈഡിലെത്തുമ്പോൾ ഹോട്ട് എയർ ആണെന്ന് വെച്ചാൽ എങ്ങനെയാണ് ഹോട്ട് എയർ ആവുന്നത്, ഇതിലൂടെ പാസ് ചെയ്യുന്ന റെഫ്രിജറൻ്റിൽ നിന്ന് ഹീറ്റ് അബ്സോർബ് ചെയ്ത് ഹോട്ട് എയർ ആയി. അപ്പോൾ ഇത് താഴെ എത്തുമ്പോൾ എന്തായി, സോറി ഇങ്ങോട്ടല്ല, താഴ്ന്ന് മുകളിലോട്ടാണ് താഴ്ന്ന് മുകളിലോട്ട് എത്തുമ്പോൾ ഇത് ഇവിടെ വേപ്പറായി എൻ്റർ ചെയ്യുമ്പോൾ വേപ്പറായിരുന്നു. പുറത്തേക്ക് എത്തുമ്പോഴേക്കും അത് ലിക്വിഡ് ഫോമിലേക്ക്, സബ് കൂൾഡ് റെഫ്രിജറൻ്റ് ലിക്വിഡായി. അപ്പോൾ അതാണ് ഫോസ്റ്റ്. അപ്പോൾ ഫോസ്റ്റ് സർക്കുലേഷൻ കണ്ടൻസറിൽ എന്താണ്, ഇറ്റ് എംപ്ലോയീസ് എ ഫാൻ ഓർ എ ബ്ലോവർ ടു മൂവ് എയർ ഓവർ ദി കണ്ടൻസർ കോയിൽ അറ്റ് എ സർട്ടൺ വെലോസിറ്റി. അപ്പോൾ ഈ കണ്ടൻസർ കോയിൽ ക്യാൻ ബി ഐദർ ഫിൻഡ് ടൈപ്പ് ഓർ പ്ലേറ്റ് ടൈപ്പ്, എനി ടൈപ്പ്. ഓക്കെ, so the fins are usually of aluminum, and the coil usually are made of, or tube are usually made of copper. എല്ലാ കേസിലും കോപ്പർ ട്യൂബ്സ് ആണ്. കോപ്പർ ആയിരിക്കും, കാരണം കോപ്പറിൻ്റെ കണ്ടക്ടിവിറ്റി ഹൈ ആയതുകൊണ്ട് നമ്മൾ കോയിൽ ഉണ്ടാക്കുന്നത് കോപ്പർ കൊണ്ടായിരിക്കും. ഫിന്ന് വെക്കുന്നുണ്ടെങ്കിൽ ഫിന്ന് അതിൽ അലൂമിനിയത്തോണ്ടായിരിക്കും വെച്ചിട്ടുണ്ടാവുക. പക്ഷെ ഫിന്ന് ക്ലോസ്ലി പാക്ഡ് ആയിരിക്കണം, എന്നാലേ എന്ത് സംഭവിക്കും, കോണ്ടാക്ട് ഏരിയ കൂടും അല്ലേ. അപ്പോൾ ഈ ക്ലോസ്ലി പാക്ഡ് ആകുമ്പോൾ അതിൻ്റെ അടുക്ക് ഡേർട്ട് വന്നടിഞ്ഞാൽ കപ്പാസിറ്റി കുറയും. അപ്പോൾ ഇത് ഫിൻസ് ഉണ്ടെങ്കിൽ അത് എപ്പോഴും ക്ലീനായിട്ട് സൂക്ഷിക്കും. ആ ഡേർട്ട് വരാണ്ട് എപ്പോഴും ഡേർട്ട് കളഞ്ഞിട്ട് ക്ലീനായിട്ട് സൂക്ഷിച്ചാൽ മാത്രമേ നമുക്ക് ഒപ്റ്റിമം കപ്പാസിറ്റി കിട്ടും. ഓക്കെ, ഇനി നമുക്ക് വാട്ടർ കൂൾഡ് കണ്ടൻസേഴ്സ് നോക്കാം. വാട്ടർ കൂൾഡ് കണ്ടൻസേഴ്സ് എന്ന് വെച്ചാൽ എന്താ, എക്സ്റ്റേണൽ ഫ്ലൂയിഡ് നമ്മൾ കണ്ടൻസിങ് മീഡിയം എന്താണ്, കണ്ടൻസിങ് മീഡിയം വാട്ടർ ആയിരിക്കും അല്ലേ, അപ്പോൾ ഇത് കൂടുതലും ഇൻഡസ്ട്രിയൽ, മറ്റേ നമ്മൾ എയർ കൂൾഡ് എപ്പോഴും ഡൊമസ്റ്റിക് ആയിരിക്കും. ഇത് ഇൻഡസ്ട്രിയൽ പർപ്പസിനാണ്, ഇൻഡസ്ട്രിയൽ ആൻഡ് കമേഴ്ഷ്യൽ പർപ്പസിനാണ് അധികം വാട്ടർ കൂൾഡ് കണ്ടൻസേഴ്സ് വരിക. കമേഴ്ഷ്യൽ പർപ്പസ്. അപ്പോൾ നിങ്ങൾ ഈ ക്ലാസിഫിക്കേഷൻ പറയുമ്പോൾ ഓരോ ടൈപ്പും ഏത് ഫീൽഡിനാണ്, ഏത് അപ്ലിക്കേഷനാണ് യൂസ് ചെയ്യുന്നതെന്ന് പഠിക്കണം. നമ്മളിപ്പോൾ കംപ്രസേഴ്സ് കുറേ ടൈപ്പ് പറഞ്ഞു. അപ്പോൾ സെൻട്രിഫ്യൂഗൽ കംപ്രസേഴ്സ് ഏത് ഫീൽഡിനാണ് അപ്ലൈ ചെയ്യുന്നത്. റെസിപ്രോക്കറ്റിംഗ് ഹൈ കണ്ടൻസിങ് പ്രഷേഴ്സ് വരുന്ന റെഫറൻസിൻ്റെ കേസിലാണ് നമ്മൾ റെസിപ്രോക്കറ്റിംഗ് കണ്ടൻസേഴ്സ് യൂസ് ചെയ്യുക. റോട്ടറി കംപ്രസേഴ്സ് മീഡിയം കണ്ടൻസിങ് പ്രഷേഴ്സിലാണ്. സെൻട്രിഫ്യൂഗൽ കംപ്രസേഴ്സ് ലോ കണ്ടൻസിങ് പ്രഷേഴ്സാണ്. അപ്പോൾ ഹൈ കണ്ടൻസിങ് പ്രഷേഴ്സ് വരുന്ന റെഫറൻറ്റ് ഏതൊക്കെയാണ്, ഇതൊക്കെ നിങ്ങൾ വായിച്ച് പഠിക്കാണ്ട. ഞാനത് ആ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടോ എനിക്ക് ഓർമ്മയില്ല. മിസ്സായിട്ടുണ്ടെങ്കിൽ ഒന്ന്
നിങ്ങളത് ടെക്സ്റ്റ് വായിക്കുക. ഞാൻ ഈ പറഞ്ഞത് മാത്രമല്ല, നിങ്ങൾ കൂടുതലായിട്ട് വൈഡ് റീഡിങ് ആവശ്യമാണ്, അത്യാവശ്യമാണ്. നിങ്ങളിത് മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് കാര്യമേ ഇല്ല. ഓക്കെ. അപ്പോൾ ഫീൽഡ് ഓഫ് അപ്ലിക്കേഷൻ ഇപ്പോൾ ഇത് വാട്ടർ കൂൾഡ് കണ്ടൻസേഴ്സ് ഇൻഡസ്ട്രിയൽ പർപ്പസിനാണ്, മറ്റേ എയർ കൂൾഡ് ഇതിനാ ഡൊമസ്റ്റിക് പർപ്പസിനാണ്. അപ്പോൾ ഏതൊക്കെ ഇതിൻ്റെ അപ്ലിക്കേഷൻ എവിടെയാണ് വരുന്നതെന്നുള്ളത് നിങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കണം. ഓക്കെ. പിന്നെ ഇതിൻ്റെ ടൈപ്പ് വാട്ടർ കൂൾഡ് കംപ്രസേഴ്സിന് ബേസിക്കലി ഇത് ഹീറ്റ് എക്സ്ചേഞ്ചർ ആണല്ലോ. അത് ബേസിക്കലി ട്യൂബ് ഉണ്ട്, ട്യൂബ് ഓർ ഡബിൾ പൈപ്പ്. പിന്നെന്താ, ഇവാപ്പറേറ്ററിൻ്റെ കേസ് പറഞ്ഞ പോലെ തന്നെ കൺസ്ട്രക്ഷൻ വൈസ് ആണ് ഇത്. ഷെൽ ആൻഡ് കോയിലുണ്ട്. പിന്നെന്താ, ഷെൽ ആൻഡ് ട്യൂബാണ് ഏറ്റവും വലുത്, ഏറ്റവും ഹയർ കപ്പാസിറ്റിക്ക് യൂസ് ചെയ്യുന്ന ഷെൽ ആൻഡ് ട്യൂബാണ്. അപ്പോൾ ട്യൂബ് എന്ന് വെച്ചാൽ നോക്കാം. ട്യൂബ് ഇത് കണ്ട, ഇവിടെ ഡബിൾ പൈപ്പ് ഓർ ട്യൂബ് ടൈപ്പ് കംപ്രസേഴ്സ് എന്ന് വെച്ചാൽ ഒരു ട്യൂബിൻ്റെ അകത്ത് വേറെ ട്യൂബുണ്ട്. അപ്പോൾ അകത്തെ ട്യൂബിൽ കൂടെയാണ് നമ്മൾ കൂളൻ്റ് ഇൻ അകത്തെ ട്യൂബിൽ കൂടെ കൂളൻ്റ് ഔട്ട് ആവും. അതേ ഡയറക്ഷനിലേക്ക് റെഫ്രിജറൻ്റ് ഇൻ, പുറത്ത് കൂടെയാണ് റെഫ്രിജറൻ്റ് ഇൻ. ഔട്ടർ ട്യൂബിലാണ് റെഫ്രിജറൻ്റ് ഔട്ട്. രണ്ടും സെയിം ഡയറക്ഷൻ. അപ്പോൾ ഇത് പാരലൽ ഫ്ലോ ആണ്. ഓക്കെ. പാരലൽ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചർ ആണ് ട്യൂബ്. ഇത് എ സ്മോൾ ഡയമീറ്റർ പൈപ്പ് ഇൻസേർട്ടഡ് ഇൻസൈഡ് എ ബിഗർ ഡയമീറ്റർ പൈപ്പ് and it can be bent in any desired form. അപ്പോൾ വാട്ടർ ഫ്ലോസ് ത്രൂ ദി ഇന്നർ ട്യൂബ്. വാട്ടറാണ് കൂളൻ്റെങ്കിൽ, വാട്ടറാണ് നമ്മൾ പറയുന്ന വാട്ടറിൻ്റെ കേസ്. വാട്ടർ ഫ്ലോസ് ത്രൂ ദി ഇന്നർ ട്യൂബ് ആൻഡ് ദ റെഫ്രിജറൻ്റ് ത്രൂ ദി ഔട്ടർ ട്യൂബ്. ഓക്കെ. ദ ഫ്ലോ ഓഫ് റെഫ്രിജറൻ്റ് ആൻഡ് വാട്ടർ ബീങ് അറേഞ്ച്ഡ് ഇൻ ഐ തിങ്ക് അത് ഫ്ലോ കൗണ്ടർ ഫ്ലോ ആണെങ്കിൽ ഏറ്റവും കൂടുതൽ മാക്സിമം ഹീറ്റ് ട്രാൻസ്ഫർ നടക്കാം. ഓക്കെ. ഇറ്റ് ക്യാൻ ബി ഈതർ കൗണ്ടർ ഓർ പാരലൽ, ബട്ട് മാക്സിമം എഫിഷ്യൻസി കൗണ്ടറിലാണ്. ഈ ഫിഗറിൽ നമ്മൾ പാരലലാണ് കേട്ടോ. ഓക്കെ. അപ്പോൾ ഈ due to some impurities present in water, scales can form on the water side of the tube which can decrease the heat transfer capacity. അപ്പോൾ വാട്ടറിൽ ഇമ്പ്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ ആ ഹീറ്റ് ട്രാൻസ്ഫർ അത് അവിടെ അടിഞ്ഞു കെട്ടി വാട്ടർ ട്യൂബിൻ്റെ സൈഡിൽ ആ ഇമ്പ്യൂരിറ്റീസ് അവിടെ സ്റ്റക്കായി കഴിഞ്ഞാൽ ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ കപ്പാസിറ്റി കുറയും. ഇത് പീരിയോഡിക്കലി ഈ വാട്ടർ ട്യൂബ് ക്ലീൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ. ബട്ട് ഇൻ ട്യൂബ് സിസ്റ്റം ക്ലീനിങ് ഈസ് നോട്ട് ഈസി. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത്. ഓക്കെ. ഇത് കൂടുതലൊരു 10 ടൺ ഓഫ് റെഫ്രിജറേഷനിലാണ്, അതുവരെയുള്ള കപ്പാസിറ്റിയിലാണ് ട്യൂബ് യൂസ് ചെയ്യുക. ഓക്കെ. ട്യൂബ്. ഇനി നമുക്ക് അടുത്തത് ഷെൽ ആൻഡ് കോയിൽ ഹീറ്റ് എക്സ്ചേഞ്ചർ. സെക്കൻഡ് ഈ ഫിഗർ ഷെൽ ആൻഡ് കോയിൽ ഉണ്ടോ. ഷെൽ ആൻഡ് കോയിൽ എന്താണ്, ഒരു കോയിലുണ്ട്, കോയിലിലൂടെയാണ് കൂളൻ്റ് പോകുന്നത്. ഓക്കെ. കൂളൻ്റ് ഇൻ കൂളൻ്റ് ഔട്ട്. ഷെല്ലിൽ കൂടെയാണ് റെഫ്രിജറൻ്റ് ഇൻ റെഫ്രിജറൻ്റ് ഔട്ട്. ഇതൊരു ക്രോസ് ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചർ ആണ്. ഇതിൻ്റെ ഒരു കപ്പാസിറ്റി അപ് ടു ഒരു 50 ടണ്ണേജ് ഓഫ് റെഫ്രിജറേഷൻ. What actually it consists of a welded steel shell containing a coil of finned tubing to increase the, അതായത് ഈ ട്യൂബിങ്ങിന് മേബി ഇറ്റ് ക്യാൻ ബി ഇത് ഫിന്ന് അല്ലെങ്കിൽ വയർസ് ആഡ് ചെയ്ത് ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് കൂട്ടാം. ഓക്കെ. So the water flows in the coil and the refrigerant flows through the shell. അതാണ് എപ്പോഴും കൂളൻ്റ് മീഡിയ അകത്തൂടെയാണ്, റെഫ്രിജറൻ്റ് പുറത്തൂടെയാണ്. Coiled tubing is free to expand and contract with the temperature change because of its spring action and can withstand any strain caused by the temperature changes. അപ്പോൾ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യാനുള്ള സ്ട്രെയിനൊക്കെ അതിന് വിസ്റ്റാൻഡ് ചെയ്യേണ്ട സെറ്റപ്പ് സ്പ്രിങ് ആക്ഷൻ പ്രൊവൈഡഡ് ആണ്. When water flows through the coil, cleaning is done by circulating suitable chemicals through the coils.
അപ്പോൾ ഈ വാട്ടർ ഫ്ലോ കാരണമുള്ള ഒരു ഡിസഡ്വാൻറ്റേജ് നേരത്തെ പറഞ്ഞു, അതെന്താണ് ഈ ഇമ്പ്യൂരിറ്റീസ് അടിഞ്ഞ് കയറുന്നുണ്ട്. അപ്പോൾ ആ ഇമ്പ്യൂരിറ്റീസ് കളയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, ഒരു ക്ലീനിങ് ക്യാൻ ബി ഡൺ ബൈ സർക്കുലേറ്റിംഗ് സം സ്യൂട്ടബിൾ കെമിക്കൽസ് ത്രൂ ദ കോയിൽസ്. അതാണ് ഷെൽ ആൻഡ് കോയിൽ. അതിൻ്റെ തേർഡ് ടൈപ്പാണ് ഇത് ഷെൽ ആൻഡ് ട്യൂബ്. ഇത് ഇവിടെ വേണ്ട. ഷെൽ ആൻഡ് ട്യൂബ് എന്ന് വെച്ചാൽ ഷെല്ലും കോയിലിന് പകരം ട്യൂബ്സ് ആണ്. ട്യൂബ്സ് വെച്ചാൽ ഹയർ ഡയമീറ്റേഴ്സാണ്, ലാർജർ ഡയമീറ്റേഴ്സാണ്. ഇത് ഓൾമോസ്റ്റ് യൂസ് ചെയ്യുന്ന കപ്പാസിറ്റി എന്ന് വെച്ചാൽ 1000 ടണ്ണേജ് ഓഫ് റെഫ്രിജറേഷൻ വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് ഷെൽ ആൻഡ് ട്യൂബ് എന്ന് പറയുന്നത്. അപ്പോൾ റെഫ്രിജറേഷൻ ഫ്ലോസ് ത്രൂ ദ സിലിണ്ടർ ഷെല്ലാണ്. നോക്കാം ഇവിടെ എന്താ വേണ്ട, റെഫ്രിജറേഷൻ വേപ്പർ ഇൻ, റെഫ്രിജറേഷൻ വേപ്പർ ഔട്ട്. അപ്പോൾ ഷെല്ലിൽ കൂടെയാണ് റെഫ്രിജറേറ്റ് ഫ്ലോ ചെയ്യുന്നത്, ട്യൂബിൽ കൂടെയാണ് എന്ത്, കൂളൻ്റ് ഇൻ കൂളൻ്റ് ഔട്ട്. ഇതൊരു ട്യൂബ് പാസ് ആയിരിക്കും, കാരണം ഓപ്പോസിറ്റ് സൈഡിലാണ്, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണിത് കൂളൻ മീഡിയത്തിൻ്റെ ഇന്നും ഔട്ടും. അപ്പോൾ ഇതൊരു ട്യൂബ് പാസ് ആയിരിക്കും. നിങ്ങൾ HMDയിൽ പഠിച്ചിട്ടുണ്ട്, ട്യൂബ് പാസ്, മൾട്ടിപ്പിൾ പാസും സിംഗിൾ പാസ്, ഹീറ്റ് എക്സ്ചേഞ്ചസ്, ഷെൽ ആൻഡ് ട്യൂബ് ഹീറ്റ് എക്സ്ചേഞ്ചസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ റെഫ്രിജറേഷൻ ഫ്ലോസ് ത്രൂ ദ സിലിണ്ടറിക്കൽ ഷെൽ വൈൽ വാട്ടർ ഫ്ലോസ് ത്രൂ ദി സ്ട്രaight tubes in single or multiple pass. Okay, the condenser refrigerant collects at the bottom of the shell. അല്ലേ, ഇവിടെയാണ് എന്ത് ഷെൽ കണ്ടൻസ്ഡ് റെഫ്രിജറന്റ്, അതായത് ലിക്വിഡ് ഫോമിലെ റെഫ്രിജറന്റ് കളക്ട് ചെയ്യപ്പെടുന്നത് ബോട്ടം ഓഫ് ദ ഷെല്ലായിരിക്കും. ലിക്വിഡ് റെഫ്രിജറന്റ് ഈസ് ഡ്രെയിൻ ടു റിസീവർ ത്രൂ എ വെൻറ്റ് കണക്ടിങ് ദ റിസീവർ ടു ദി കണ്ടൻസർ. അപ്പോൾ ഇതൊരു എവിടത്തേക്ക്, ഒരു റിസീവറിലേക്ക് ഈ ലിക്വിഡ് റെഫ്രിജറന്റ് കളക്ട് ചെയ്യപ്പെടും. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 4 കോമ്പണൻ്റ് അല്ലാണ്ട് അഞ്ചാമതൊരു കോമ്പണൻറ്റും വരുന്നുണ്ട്, ഏത്, റിസീവറിനുണ്ട്. അപ്പോൾ കണ്ടൻസറിൽ നിന്ന് വരുന്ന ലിക്വിഡ് റെഫ്രിജറന്റ് കളക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു കോമ്പണൻ്റാണ് റിസീവർ. അപ്പോൾ ഇതാണ് ഷെൽ ആൻഡ് ട്യൂബ് കണ്ടൻസർ. അപ്പോൾ ഇതിൻ്റെയൊക്കെ കൺസ്ട്രക്ഷൻ നിങ്ങൾക്ക് അറിയാം, വരക്കാൻ അറിയാം. ചോദിച്ചു കഴിഞ്ഞാൽ ഇത് വരക്കാം, ഇതിൻ്റെ കപ്പാസിറ്റികളൊക്കെ എഴുതാം. ഓക്കെ, നമ്മൾ ഇവാപ്രേറ്റീവ് കണ്ടൻസേഴ്സിലേക്ക് പോകും. തേർഡ് ടൈപ്പ്, അതായത് എയർ കൂൾഡും വാട്ടർ കൂൾഡും അല്ലാണ്ട് തേർഡ് ടൈപ്പാണ് ഇവാപ്രേറ്റീവ് കണ്ടൻസർ. അപ്പോൾ ഇതിൽ ബോത്ത് എയർ ആൻഡ് വാട്ടർ വേണം. ആസ് എ കണ്ടൻസിങ് മീഡിയം എയറും വാട്ടറും വേണം. ശ്രദ്ധിക്കുക, ഇതിൻ്റെ കൺസ്ട്രക്ഷൻ, ഈ ഫിഗർ നോക്കാം. ഇവിടെ നിന്ന് സമ്പെന്ന്, ഇത് സമ്പ് എന്ന് വെച്ചാൽ വാട്ടർ കളക്ട് ചെയ്യുന്ന, വളരെ വാട്ടർ അവൈലബിൾ ആയിട്ടുള്ള ഏരിയയാണ് നമ്മൾ സമ്പ് എന്ന് പറയുന്നത്. അപ്പോൾ വാട്ടർ ഈസ് പമ്പ്ഡ് ഫ്രം സമ്പ് ടു ദി ഇവാപ്രേറ്റീവ് കണ്ടൻസേഴ്സ്. ഓക്കെ, അപ്പോൾ ഈ ഇതിങ്ങനെ സപ്ലൈ ചെയ്തു, ഒരു പമ്പ് ചെയ്തു മുകളിലേക്ക്. അപ്പോൾ ഇതാണ് കണ്ടൻസർ കോയിൽ. കണ്ടൻസർ ഇവിടുന്ന് ഔട്ട്, ഇങ്ങനെ ഔട്ട് ഇങ്ങനെ. ഓക്കെ, അപ്പോൾ ഈ ഒരു കണ്ടൻസർ സ്പ്രേയർ ഹെഡറിലേക്കാണ് ഇത് പമ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത്, കുറേ സ്പ്രേയേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ വാട്ടർ ഇവിടെ സ്പ്രേ ചെയ്യപ്പെടും, ഒരു ഫൈൻ സ്പ്രേ ആയിട്ട് ഇവിടെ സ്പ്രേ ചെയ്യപ്പെടും. അല്ലേ, ഒരു നോസലിന് കൂടെ സ്പ്രേ ചെയ്യപ്പെടും. എവിടത്തേക്കാണ് സ്പ്രേ ചെയ്യുന്നത്, കണ്ടൻസർ കോയിലിൻ്റെ മുകളിലേക്കാണ് സ്പ്രേ ചെയ്യുന്നത്. ത്രൂ വിച്ച്, ഏത് കണ്ടൻസർ, ത്രൂ വിച്ച് ഹോട്ട് വേപ്പർ റെഫ്രിജറന്റ് ഫ്രം കംപ്രസർ ഈസ് പാസിങ് ത്രൂ ദിസ് കംപ്രസർ. അതായത് കണ്ടൻസർ, അതായത് കംപ്രസറിൽ നിന്ന് വരുന്ന ഹോട്ട് വേപ്പർ റെഫ്രിജറന്റ് പാസ് ചെയ്യുന്ന കണ്ടൻസറിൻ്റെ മുകളിലേക്ക് കൂടെ നമ്മൾ എന്ത് ചെയ്യിച്ചു, വാട്ടർ സ്പ്രേ ചെയ്യിച്ചു. ഈ സമ്പിൽ നിന്ന് പമ്പ് ചെയ്യുന്ന വാട്ടറാണ് ഇവിടെ സ്പ്രേ ചെയ്യുന്നത്. ഓക്കെ, ഇനെന്ത് സംഭവിക്കും, സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും, ഹീറ്റ് ട്രാൻസ്ഫർ ഫ്രം റെഫ്രിജറന്റ് ത്രൂ ദ കണ്ടൻസിങ് ട്യൂബ് വാൾസ് ഇൻ ടു വാട്ടർ ദാറ്റ് ഈസ് വെറ്റിംഗ് ദി ഔട്ട്സൈഡ് സർഫസ് ഓഫ് ദ ട്യൂബ്സ്. അതായത് ഇവിടെ നിന്ന് വരുന്ന വാട്ടർ എന്തായിരിക്കും, സ്വാഭാവികമായിട്ടും ലോവർ ടെമ്പറേച്ചർ ആയിരിക്കും. ഇതിലെ പാസ് ചെയ്യുന്ന റെഫ്രിജറന്റ് ഹയർ ടെമ്പറേച്ചർ ആയിരിക്കും. അപ്പോൾ ഇവിടെ നിന്ന് ഇവിടത്തേക്ക് എന്ത് സംഭവിക്കും, ആ വാട്ടറിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ സംഭവിക്കും. അല്ലേ, ഹീറ്റ് ട്രാൻസ്ഫർ സംഭവിക്കും. അപ്പോൾ ഹീറ്റ് ട്രാൻസ്ഫർ സംഭവിക്കുമ്പോൾ ഈ വാട്ടറിന് എന്ത് സംഭവിക്കും, ഈ വാട്ടർ എന്താവും, വാട്ടർ ഇവാപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങും. അല്ലേ, വാട്ടർ ഹീറ്റ് അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ, കാരണം ഇത് ഫൈൻ സ്പ്രേ ആയിട്ടാണ് വരുന്നത്. ഫൈൻ സ്പ്രേ ആയിട്ട് വരുമ്പോൾ ആ സ്പ്രേ ഹീറ്റ് അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ടും ഇവാപ്പറേറ്റ് ചെയ്യപ്പെടും. അത് ബൾക്കായിട്ട് ഫ്ലോ ചെയ്യുന്നില്ല, ഫൈൻ സ്പ്രേ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഇത് ഇവാപ്പറേറ്റ് ചെയ്യപ്പെടും. അപ്പോൾ ഇവിടെ ഒരു ഫാൻ വെച്ചിട്ടുണ്ട്. ഈ ഫാൻ എന്ന് വെച്ചാൽ പുറത്തേക്ക് എയർ തള്ളുന്നതാണ്. എയർ തള്ളുന്ന വെച്ചാൽ ഇവിടെ ഒരു എയർ ഇൻലെറ്റിന് ഒരു ഗ്യാപ്പ് വെച്ചിട്ടുണ്ട്. അപ്പോൾ എയർ തള്ളണമെങ്കിൽ ഇവിടെ നിന്ന് സക്ക് ചെയ്തിട്ടാണ് എയർ തള്ളുന്നത്. അല്ലേ,
എയർ പുറത്തേക്ക് റിജക്റ്റ് ചെയ്യുന്നത് ഇവിടുന്ന് സക്ക് ചെയ്യുന്ന എയറിനെയാണ്. ഇവിടുന്ന് കൂൾ ഡ്രൈ എയർ, ഈ ഡ്രൈ എയർ ഇതിലെ സക്ക് ചെയ്യപ്പെടുമ്പോഴാണ് ഇതിങ്ങോട്ട് തള്ളുന്നത്, ഈ ഔട്ട് എക്സിറ്റ് ഫാനിന്ന് എക്സിറ്റ് ആവുന്നു. അപ്പോൾ ഈ എയർ ഡ്രൈ ആയതുകൊണ്ട് ഈ ഇവിടെയുള്ള വാട്ടർ എന്ത് സംഭവിക്കുന്നത്, വാട്ടർ ഇവാപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഇവാപ്പറേറ്റ് ചെയ്ത വാട്ടർ എവിടത്തേക്ക് പോകുന്നു, ഈ എയറിലേക്ക് പോകും. അപ്പോൾ ഈ എയർ ഡ്രൈ എയർ ഉള്ളത് ഇവിടെ എത്തുമ്പോൾ മോയിസ്റ്റ് എയറായി. കാരണം വാട്ടർ വേപ്പറിൻ്റെ കണ്ടൻറ്റ് കൂടി, ഓക്കെ. അങ്ങനെയാണ് എന്ത് സംഭവിക്കുന്നത്. അപ്പോൾ ഫാൻ ഡ്രോസ് എയർ ഫ്രം ദ ബോട്ടം സൈഡ് ഓഫ് ദ കണ്ടൻസർ, കണ്ട ബോട്ടം സൈഡ് ഓഫ് ദ കണ്ടൻസർ ആൻഡ് ഡിസ്ചാർജസ് ഇറ്റ് ഔട്ട് അറ്റ് ദ ടോപ്പ് ഓഫ് ദ കണ്ടൻസർ. The spray water coming in contact with the condenser tube surface evaporates into this particular air stream. ഇവിടുന്ന് വരുന്ന എയർ സ്ട്രീമിലേക്കാണ് അത് ഇവാപ്പറേറ്റ് ചെയ്ത് പോവുക. ഏത് ഈ സ്പ്രേ ചെയ്യപ്പെടുന്ന വാട്ടർ ഹീറ്റ് ഇവിടുന്ന് കണ്ടൻസറിന് ഹീറ്റ് അബ്സോർബ് ചെയ്ത് വാട്ടർ വേപ്പർ ഫോം ഈ എയറിൻ്റെ ഒന്നിച്ച് പുറത്തേക്ക് ഡിസ്ചാർജ് ചെയ്യപ്പെടും. അപ്പോൾ ആ എയർ ഡ്രൈ എയർ ഉണ്ടായത് അത് മോയ്സ്ചറായി മാറും. ഓക്കെ. ദ ഹീറ്റ് ഓഫ് വേപ്പറൈസിങ് ദ വാട്ടർ ഈസ് ടേക്കൺ ഫ്രം ദ റെഫ്രിജറൻറ്റ്, അല്ലേ? ഈ റെഫ്രിജറൻ്റ് എന്നാണ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ ടേക്ക് ചെയ്യുന്നത്. അപ്പോൾ റെഫ്രിജറൻറ്റിൻ്റെ ടെമ്പറേച്ചർ എന്തായി, കുറഞ്ഞു വെച്ചാൽ ടെമ്പറേച്ചർ കുറഞ്ഞു, സ്വാഭാവികമായിട്ട് അത് കണ്ടൻസ് ചെയ്യപ്പെടും. അപ്പോൾ അതാണ് ഇവാപ്പറേറ്റീവ് ചേംബർ കമ്പൈൻസ് ദ ഫങ്ഷൻസ് ഓഫ് വാട്ടർ കൂൾഡ് കണ്ടൻസർ ആൻഡ് ദി കൂളിംഗ് ടവർ. അപ്പോൾ കൂളിംഗ് ടവർ എന്താണെന്ന് നിങ്ങൾക്ക് അടുത്ത സെഷനിൽ പറഞ്ഞുതരാം. ഓക്കെ. കൂളിംഗ് ടവറിൻ്റെ ഒരു ഫങ്ഷൻ വന്നു ഇതിൽ ശരിക്കും പറഞ്ഞാൽ. ഓക്കെ. സോ ദ കോൾഡ് വാട്ടർ ദാറ്റ് ഡ്രോപ്സ് ഡൗൺ ഇൻ ടു എ സമ്പ് ഈസ് റീസർക്കുലേറ്റഡ്. ഓക്കെ. അപ്പോൾ ഇവിടുന്ന് താഴേക്ക് വരുന്ന കോൾഡ് വാട്ടർ ചിലപ്പോൾ എല്ലാം ഇവാപ്പറേറ്റ് ചെയ്യാൻ ബാക്കിയുള്ള കോൾഡ് വാട്ടർ താഴേക്ക് വന്നാൽ അത് വീണ്ടും റീസർക്കുലേറ്റ് ചെയ്യപ്പെടും. ഓക്കെ. എ ഫ്ലോട്ട് വാൾവ് ഇൻ ദ സം കൺട്രോൾസ് ദ മേക്കപ്പ് സപ്ലൈ. അപ്പോൾ ഇതിൻ്റെ സമ്പിൽ ഇതിൻ്റെ വാട്ടറിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇവിടെ ഒരു വാൾവ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആ വാൾവ് ഓപ്പണായിട്ട് സമ്പിലേക്ക് കൂടുതൽ വാട്ടർ വരും. ഓക്കെ. ഇതാണ് ഇവാപ്പറേറ്റീവ് കണ്ടൻസേഴ്സിൻ്റെ വർക്ക്. അപ്പോൾ നിങ്ങൾ ഈ സെഷൻ നമ്മൾ കണ്ടൻസർ എന്നുള്ള സെക്ഷൻ ഓൾമോസ്റ്റ് മനസ്സിലായി അല്ലേ? നമ്മൾ ഡിസ്കസ് ചെയ്തു. കൂടുതൽ വായിക്കുക, കൂടുതൽ ഐഡിയാസ് കിട്ടും. അപ്പോൾ അടുത്ത സെഷനിൽ നമുക്ക് ബാക്കിയുള്ളത് ഈ എക്സ്പാൻഷൻ വാൾവും കൂളിംഗ് ടവറും. ഓക്കെ. താങ്ക് യു.